അവസരപ്പൂഞ്ഞേ, അവസരപ്പൂഞ്ഞേ, അവസരപ്പൂഞ്ഞപ്പ ഞങ്ങളെ കണ്ടാൽ അറിയത്തില്ലല്ലയോ? അല്ലേലും ഞങ്ങള് പാവത്തുങ്ങളുടെ ഗതിയിതാ. ആവശ്യക്കാർക്ക് ആദ്യമേ ഉള്ള എന്തും. ഞാൻ പറയുന്നത് കേൾക്കൂ ഗോമതിയമ്മേ. കുഞ്ഞെന്താ വിളിച്ചത്? ഗോമതിയമ്മെന്നോ? കഴിഞ്ഞതെല്ലാം വലിയ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, ഇനി ഒരിക്കലും അത് ആവർത്തിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷേ എങ്കിൽ കുഞ്ഞിന്റെ ഗോമതിയമ്മെന്ന് വിളിച്ചത്? അതെല്ലാം പിന്നെ മനസ്സിലാവും. കുഞ്ഞെന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ ഗോമതിയുടെ അടുത്ത് സാധനം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഷാപ്പിൽ നിന്നാകാമെന്ന് കരുതി. മാസം വരുന്നില്ലേ? ഞാനിച്ചിനെ പിടിപ്പിച്ചേച്ച് പോകാൻ നിൽക്കുക. സാറേ, സാറേ, ഷാപ്പ് അടയ്ക്കാറായി. മണി എത്രയായി നോക്കടേ? മണി 9. സാറേ തനിച്ച് പോവോ? എന്താടാ പോയാല്? ഒന്നുമില്ല. സാറിന് അമ്മങ്കാവഴിക്കല്ലേ പോകണ്ടേ? ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുവഴി ആരും പോയിക്കൂടെന്നാ പറച്ചില്. സാറിന് അമ്മങ്കാവഴിക്കല്ലേ പോകണ്ടേ? ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുവഴി ആരും പോയിക്കൂടെന്നാ പറച്ചില്. എന്താടാ? നീ പൊയ്ക്കോ. ജോസഫ് എന്തിനാണ് പിറകെ കൂടിയിരിക്കുന്നത്? ലക്ഷ്യമെന്താണേലും പുരുഷനെ അറിയില്ല. നിന്റെ ശക്തികളാണ് മുഖ്യം. സൂക്ഷിക്കുക. ജോസഫോ? 2 ദിവസമായി കാണുന്നില്ല. ഞാനെന്ന് കളിയാക്കിയതിൽ പരിഭവിച്ചാണോ? ടീച്ചർ, ഞാൻ അമ്മങ്കാവ് വഴി വരുമ്പോ കാവിൽ നിന്ന് ആരോ എന്നെ കണ്ട് ഓടി. ഞാനും പുറകെ ഓടി. ഇവിടെ എത്തിയപ്പോ കാണാനില്ല. ടീച്ചർ, അന്ന് പട്ടിയായിരുന്നു, ഇപ്പൊ രൂപമായി. അല്ല, ജോസഫ് മാത്രമേ ഇതെല്ലാം കാണുന്നുള്ളൂ? ഞാൻ കളവ് പറയില്ല ടീച്ചർ, ഞാൻ കണ്ടതാണ്. ജോസഫ് ബോധമറ്റു കുടിച്ചിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ്. നോ, എന്റെ 16-ാം വയസ്സ് മുതൽ ഞാൻ കുടിക്കുകയാണ്. ഇന്ന് വരെ എന്റെ ബോധം നശിച്ചിട്ടില്ല. ടീച്ചർ, കാലെങ്ങനെ മുറിഞ്ഞു? ആ അടുക്കളയിലെ കതവ് ഒരു ശാപം തന്നെ. ഇത് എത്ര തവണയായെന്നറിയാമോ? ടീച്ചറിന് എപ്പോഴും മുട്ടാനും തട്ടാനും നേരമുണ്ട്. അന്ന് നെറ്റി, ഇന്ന് കാല്. ശരീരമായാൽ അങ്ങനെയൊക്കെ ഇരിക്കില്ലേ ജോസഫ്? അതൊക്കെ പോട്ടെ, ഒരു കാര്യം ഞാൻ ടീച്ചറിനോട് തുറന്ന് ചോദിക്കുകയാണ്. ചോദിക്കൂ. അന്ന് പട്ടിയെ കാണാതായ ദിവസം ആരുടെയോ കാൽപ്പാടുകൾ എന്നെ ഇവിടെ എത്തിച്ചു. ഇന്നും ആരോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. രണ്ടിനും ഈ വീടുമായി എന്തോ ബന്ധമുണ്ട്. കാര്യം എന്നോട് പറയൂ ടീച്ചർ, എന്നോട് മാത്രം. ഞാൻ വീണ്ടും പറയുന്നു, ജോസഫിന്റെ ബുദ്ധി. നോ, ടീച്ചർ എന്നെ വിഡ്ഢിയായി കണക്കാക്കരുത്. എന്നെങ്കിലും ജോസഫ് ഇത് കണ്ടുപിടിക്കും. അന്ന് ടീച്ചറിന് എന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനാവില്ലെന്ന് മാത്രം. ഓക്കെ, ഞാൻ പോകുന്നു. ജോസഫ് മേലിൽ ഇങ്ങോട്ട് വരരുത്. ഞാൻ നൽകിയ സ്വാതന്ത്ര്യം
ജോസഫ് ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. മറ്റൊന്നും ധരിക്കരുത്. ഇല്ല ടീച്ചർ, ജനനം കൊണ്ടേ ഞാൻ ഇങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ സ്നേഹം എനിക്ക് കേട്ടറിവാണ്. വളർന്നപ്പോൾ ഞാൻ ഒരുപടി ആൾക്കാരെ പരിചയപ്പെട്ടു. അവരെയെല്ലാം ഞാൻ സ്നേഹിച്ചു, ഹൃദയം തുറന്ന് സംസാരിച്ചു. പക്ഷേ ആർക്കും എന്നെ വിശ്വാസമില്ല, ടീച്ചർക്ക് പോലും. എന്നാരു പറഞ്ഞു? എങ്കിൽ ടീച്ചർ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നില്ല. ടീച്ചർ ടീച്ചറിനെ പറ്റി പോലും ഒരിക്കലും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം യു ഡോണ്ട് ബിലീവ് മീ. ജോസഫിനോട് എനിക്കൊരു വിരോധവുമില്ല. മേലിൽ വരരുതെന്ന് പറഞ്ഞതും കാര്യമാക്കണ്ട. ടീച്ചറെ, ഇത് ജോസഫിന്റെ 18ാമത്തെ അടവാണ്. സെന്റിമെന്റ്സ്. നിങ്ങൾ എന്റെ കയ്യിൽ ഒതുങ്ങിയേ പറ്റൂ. എന്താ വാസു? പോയി കുഞ്ഞെ പോയി. ആൾക്കാർ പറയുന്ന നേരാ. വാസൂട്ടമി നടത്തിയാ പിന്നെ കൊച്ചുങ്ങളുണ്ടാകത്തില്ല. ഗോമതിയുടെ ഗർഭം പോയി. എന്താ ഉണ്ടായത്? ആ എനിക്കറിയത്തില്ലേ. അവള് വിശേഷിച്ചൊന്നും തിന്നുമില്ല. വൈകിട്ട് സൗദ കൊച്ചു കൊണ്ടുവന്ന ഒരു പഴം തിന്നു. കലിയ ടീച്ചർ കൊടുത്തയച്ചത്. അത് തിന്നപ്പോ തുടങ്ങി അടിവേറ്റലിന് വേദനയും ശക്തിയിലും. സാറ് ഒന്ന് നോക്കിയാട്ടെ. വരൂ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. എന്റെ മന്ത്രങ്ങൾ ആകെ പഴിച്ചിരിക്കുകയാണ്. നീ എന്താ കറിയായി പറയുന്നത്? അതേ കാക്ക, പ്രേതശക്തിക്ക് ഭ്രൂണത്തെ നശിപ്പിക്കാനാവും. ഗോമതിയുടെ ഗർഭം പ്രേതശക്തി നശിപ്പിച്ചതാണ്. എനിക്ക് ഉടനെ അപ്പച്ചനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനാപത്താണ്. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ലേ കാക്ക, ഞാൻ കാലത്ത് അപ്പച്ചനെ കാണാൻ പോകുന്നു. പക്ഷെ ഞാൻ പോയി മടങ്ങി വരുന്നവരെ സൂക്ഷിക്കണം. ജോസഫ് ഇനി ഒരിക്കലും കരികട വീട്ടിൽ പോകാൻ പാടില്ല. ഇപ്പൊ ജോസഫിന്റെ ബീജം, പക്ഷെ അടുത്തത് ജോസഫ് നമ്മളൊക്കെ ആകും. സൂക്ഷിക്കണം. സത്യമാണ് കാക്ക ഇത്? കറി വെറുതെ പറയില്ലല്ലോ. ഏതായാലും അപ്പച്ചൻ വരട്ടെ, നീ വാ. എന്തിനീ പാതിരാക്കി ക്ഷണം? ടീച്ചർ തോൽവി സമ്മതിച്ചിരിക്കണം. ഈ അവസരം പാഴാക്കണ്ട. കലിക അടിയറവ് പറയുന്നത് സുഖകരമായ കാര്യമാണ്. എന്താ പച്ച? വളരെ അപകടകരമായിരിക്കുന്നല്ലോ മോനെ. അവരോടൊപ്പമാണോ ജോസഫ് ഇടപഴകുന്നത്? നാശകരം. നമുക്ക് ഉടൻ പുറപ്പെടണം. എന്താ ജോസഫ് മിണ്ടാത്തത്? വേലപ്പനെ ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനിയും മിണ്ടരുതോ? ഞാൻ മിണ്ടാൻ വന്നതല്ല, കേൾക്കാൻ വന്നതാണ്. എന്താ ജോസഫിന് അറിയേണ്ടത്? എനിക്ക് എല്ലാം അറിയണം, എല്ലാം. എന്ന് വെച്ചാൽ? ടീച്ചറിനെയും ഈ വീടിനെയും ചുറ്റിപ്പറ്റി ഞാൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെനിക്കറിയണം. എന്നിട്ട്? എനിക്ക് ടീച്ചറിനെ അറിയണം, അനുഭവിക്കണം. ജോസഫ്, നാട്യമൊന്നും വേണ്ട ടീച്ചർ. നിങ്ങളെപ്പോലെ അവിവാഹിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ എന്നെ പോലുള്ളൊരു ചെറുപ്പക്കാരിൽ നിന്ന്
അത് ആഗ്രഹിച്ചതുകൊണ്ട് മാനമൊന്നും ഇടിയാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ജോസഫിന്റെ ധൈര്യം ഞാൻ ഇതേവരെ മറ്റാർക്കും കണ്ടിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി. അതാണ് ഞാൻ, ജോസഫ്. എനിക്ക് മുഖം മൂടിയില്ല. അതെ, ജോസഫ് കാപ്പി കഴിച്ചില്ല. ആറി തണുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്താ ജോസഫ്? എനിക്കൊന്ന് ഛർദ്ദിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. കണ്ടവാനം കുടിച്ചത് കൊണ്ടാവാം. ഞാനിപ്പോ വരാം. ജോസഫ്, ടീച്ചർ, മുഖം കഴുകി വരൂ. അകത്തേക്ക് പോവാം. നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സദൻ. ഇത് നമ്മുടെ തെറ്റ് തന്നെയാണ്. പക്ഷെ ജോസഫ് ഈ രാത്രിയിൽ പുറത്തു പോകും നമ്മൾ കരുതില്ലല്ലോ കാക്ക. പ്രത്യേകിച്ച് കൂടുതൽ കുടിച്ച സ്ഥിതിക്ക്. അങ്ങനെ കരുതിയതാണ് നമ്മുടെ തെറ്റ്. ഛേ, ഇനി സക്കറിയോട് ഇതെങ്ങനെയാ പറയാ? നിങ്ങൾ എത്ര സുന്ദരിയാണ്. എന്താണിത്? നീ ഇത്ര പെട്ടെന്ന് അടിമപ്പെട്ടു വന്നു. വർഷങ്ങളായി വരണ്ട മരുഭൂമിയായിരിക്കാം നിന്നിലെ സ്ത്രീയുടെ മനസ്സ്. പക്ഷേ ഒരു നിമിഷത്തിന്റെ ദൗർബല്യത്തിൽ നിനക്ക് നഷ്ടമാകുന്ന നിന്റെ ശക്തികൾ. ഹരിത്, ഹരിത്.